ഗാസയിൽ എത്രയും വേഗം വെടിനിർത്തലുണ്ടാകണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിലെ ഏറ്റവും വലിയ ആശങ്ക ഗാസയിലെ യുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമില്ല. ഭീകരവാദത്തെയും ബന്ദിയാക്കലിനെയും ഇന്ത്യ എതിർക്കുന്നു. നിഷ്കളങ്കരായ സാധാരണക്കാർ മരിച്ചു വീഴുന്നത് തുടരുന്നതിനാൽ ഇന്ത്യയ്ക്ക് അതിയായ ദുഃഖമുണ്ട്. മാനവിക തത്വങ്ങളെ കണക്കിലെടുത്തു വേണം എല്ലാ പ്രതികരണങ്ങളും. വളരെ വേഗം ഗാസയിൽ വെടിനിർത്തലുണ്ടാകുന്നതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ പലസ്തീൻ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയുടേത്. പലസ്തീനിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ സംഭാവനകൾ നൽകിയിട്ടുമുണ്ട്. എവിടെയാണോ മാനവിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞങ്ങൾ അവിടെ സഹായവുമായി എത്തുമെന്നും UN റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ജയശങ്കർ പറഞ്ഞു. ചരിത്രവും സാംസ്കാരികവുമായ പങ്കുവയ്ക്കലും ഇഴചേർന്ന സമ്പന്നമായ ബന്ധവുമാണ് ഇന്ത്യയും GCC രാജ്യങ്ങളും തമ്മിലുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദി സന്ദർശനത്തിനിടെ സൗദി അറേബ്യ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ്, ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുള്ള ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി, ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ഥാനി എന്നിവരുമായി ചർച്ച നടത്തി. റഷ്യ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ജയശങ്കർ ചർച്ച നടത്തി. റഷ്യ ഉക്രൈൻ യുദ്ധ പരിഹാരവുമായി ബന്ധപ്പെട്ട് താൻ നിരന്തരം ബന്ധപ്പെടുന്ന 3 രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടുപിന്നാലെയാണ് ജയശങ്കർ ലാവ്റോവ് കൂടിക്കാഴ്ച. അതിനിടെ പലസ്തീനിൽ പുതിയ സ്കൂൾ വർഷം ഇന്നലെ ആരംഭിച്ചെങ്കിലും ഗാസയിലെ 6 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്കും സ്കൂളിലേക്ക് മടങ്ങാനായിട്ടുമില്ല. 11 മാസമായി സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്ന ഗാസയിൽ ഉടൻ വെടിനിർത്തലുണ്ടാകുമെന്ന പ്രതീക്ഷയും മങ്ങുകയാണ്. കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽഹിയുമായി കൂടിക്കാഴ്ചയും നടത്തി ഡോക്ടർ എസ് ജയശങ്കർ. ഇന്ത്യ കുവൈറ്റ് നയതന്ത്രം ശക്തിപ്പെടുത്തുന്നതിനായി ചർച്ചകൾ നടത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള പങ്കാളിത്തവും സൗഹൃദവും വർദ്ധിക്കുകയാണെന്നും എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു. കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽഹിയെ കണ്ടതിൽ സന്തോഷം. അടുത്തിടെ കുവൈറ്റിൽ നടന്ന ഞങ്ങളുടെ കാര്യക്ഷമമായ ചർച്ചകൾ അനുസ്മരിച്ചും വരും വർഷങ്ങളിലും ഇന്ത്യ കുവൈറ്റ് ബന്ധം ദൃഢതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുവൈറ്റ് നേതൃത്വവുമായി മുൻകൂട്ടി നിശ്ചയിച്ച ചർച്ചകളിൽ പങ്കെടുത്തുവെന്നും എസ് ജയശങ്കർ കുറിച്ചു. വ്യവസായം, സാങ്കേതികവിദ്യ, സാമ്പത്തികം, ഊർജ്ജം, ദേശീയ സുരക്ഷ, അന്തർദേശീയം, രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ കുവൈറ്റ് ബന്ധം ചരിത്രത്തിൽ വേരൂന്നിയതാണെന്നും കാലങ്ങളായി സൗഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നവരാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. 2006 കുവൈറ്റ് അമീറിന്റെ ഇന്ത്യ സന്ദർശനത്തോടെയാണ് സാമ്പത്തിക സാങ്കേതിക സഹകരണത്തിലുള്ള ഇന്ത്യ കുവൈറ്റ് സംയുക്ത മന്ത്രിതല കമ്മീഷൻ രൂപീകരിച്ചത്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം 2021 സംയുക്ത മന്ത്രിതല കമ്മീഷനെ വിദേശകാര്യമന്ത്രിമാരുടെ തലത്തിൽ ഉയർത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി കുവൈറ്റിലെത്തിയിരുന്നു. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെയായിരുന്നു ആ സന്ദർശനം. ജൂൺ 12-നുണ്ടായ തീപിടുത്തത്തിൽ 45 ഇന്ത്യക്കാരാണ് മരിച്ചത്. ഇതിനു പിന്നാലെ കുവൈറ്റിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും എസ് ജയശങ്കർ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണിപ്പോൾ ഗാസയിൽ എത്രയും വേഗം വെടിനിർത്തലുണ്ടാകണമെന്ന് വിദേശകാര്യമന്ത്രി പറയുന്നത്. അതിനിടെ 11 മാസമായി അടഞ്ഞുകിടക്കുന്ന സ്കൂളിൽ 6 വയസ്സായ 58,000 കുട്ടികൾ ഈ വർഷം 1-ാം ക്ലാസ്സിൽ പഠനം ആരംഭിക്കാൻ രജിസ്റ്റർ ചെയ്തിരുന്നുവെന്ന് അധികൃതർ പറയുന്നു. വടക്കൻ ഗാസയിലെ കുട്ടികൾക്കുള്ള പോളിയോ വാക്സിനേഷനും ഇന്നലെ വീണ്ടും ആരംഭിച്ചു. ഈ ആഴ്ച അവസാനത്തോടെ അവസാനഘട്ട വാക്സിനേഷൻ ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ചേർന്നാണ് ദൌത്യം. അതിനിടയിൽ മധ്യ ഗാസയിൽ ഇന്നലെ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കുട്ടികളടക്കം 20 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 40,988 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 94,825 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി പടിഞ്ഞാറൻ സിറിയയിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ 16 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.